ഒരുപാട് ആൾക്ക് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എഡിറ്റ് ചെയ്യാൻ അറിയും. എന്നാ എങ്ങനെ സിനിമയിൽ ഒരു എഡിറ്റർ ആവാന്ന് അറിയില്ലല്ലോ. കാണിച്ചു തരാം. ഈ അതിഭീകര കാമുക എന്ന സിനിമേന്റെ എഡിറ്റർ. അതെ, ഇപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ നമ്മളെ സെറ്റപ്പ് ഒന്നും ഇല്ലാണ്ട് നീ വാ. എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വലിയ സ്റ്റുഡിയോ അങ്ങനത്തെ വലിയ സെറ്റപ്പ് ഒന്നും വേണ്ടേ? ഇല്ല, എഡിറ്റ് ചെയ്യാനൊന്നും വേണ്ട. നമുക്കൊരു സിസ്റ്റം, ഒരു ലാപ്ടോപ്പ് ആയാലും മതി, പിന്നെ ആ സോഫ്റ്റ്വെയറും മതി നമുക്ക്. അതാണ് എഡിറ്റർ ഒരു ഗുണം അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണം പോയിരുന്ന് എഡിറ്റ് ചെയ്യാം. നമുക്കൊരു ലാപ്ടോപ്പും ഒരു പവർ സോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ടും എഡിറ്റ് ചെയ്യാം. ഇതിപ്പോ കൊച്ചിയിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്യുന്നത്. ഒരു സിനിമ എഡിറ്റ് ചെയ്യാൻ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ അഡോബ് പ്രീമിയർ പ്രോ, അതായത് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി മെയിനായിട്ട് ഉള്ള സോഫ്റ്റ്വെയറുകൾ ഒന്ന് അഡോബ് പ്രീമിയർ പ്രോ, അതുപോലെ ഫൈനൽ കട്ട് പ്രോ ആപ്പിളിൻ്റെ, പിന്നെ ഡാവിഞ്ചി, പിന്നെ ആവിഡ്. ഇത്രയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ. ഇപ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അഡോബ് പ്രീമിയർ പ്രോ ആണ്. അപ്പോൾ സിനിമ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും. അതെ. നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഇതിൽ സിനിമയിൽ എഡിറ്റിംഗിൽ എന്തൊക്കെ ഇവിടെ തൊട്ട് ഇവിടെ ഒരു പണിയുണ്ടാവും? ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് എടുക്കുന്നു. അത് നമ്മൾ സ്ക്രിപ്റ്റിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ കട്ട് ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഗ്രേഡിങ്ങിന് വിടും DI സ്റ്റുഡിയോയിലേക്ക്. അത് വേറെ ടീമായിരിക്കും അല്ലേ? അത് വേറെ ചെയ്യുക. DI സ്റ്റുഡിയോ ഇതിന്റെ കളറിങ് ചെയ്യുക. അത് വേറെ ടീമാണ് ചെയ്യാറ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഫൈനൽ ഔട്ട് ഇറക്കുക. DI സ്റ്റുഡിയോ എന്നാണ് ഫൈനൽ ഔട്ട് ഇറക്കുക. ഓക്കെ. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഉറപ്പായും എഡിറ്റർ പങ്ക് വേണം. ഏട്ടാ, ഈ സിനിമയിൽ എങ്ങനെ ഒരു എഡിറ്റർ ആവാം? സിനിമയിൽ എഡിറ്റർ ആവുമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് നേരെ സിനിമ പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു 6 മാസത്തെ എഡിറ്റിംഗ് കോഴ്സ് പഠിച്ചു. അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ, ബേസിക് സോഫ്റ്റ്വെയർ, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, പിന്നെ ഡാവിഞ്ചി, ആവിഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ആദ്യം സോഫ്റ്റ്വെയർ പഠിച്ചു, നമ്മൾ അതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ ഒരു എഡിറ്ററെ കൂടെ അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്തു. പുള്ളിയുടെ കൂടെ കുറച്ച് കാലം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് എങ്ങനെ അസിസ്റ്റന്റ് ആവാം? അസിസ്റ്റന്റ് എങ്ങനെ ആവാന്ന് വെച്ചാൽ ആളുകളുടെ ചാൻസ് ചോദിച്ച് തന്നെ ആവണം. നമ്മൾ ശ്രമിച്ചിട്ട് തന്നെ വേണമല്ലേ? വേണം. നല്ല സ്ട്രഗിൾ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പഠിച്ചിറങ്ങുന്നതുകൊണ്ട് അവസരം കിട്ടാനും നല്ല പ്രയാസമാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ച് ഒരു എഡിറ്ററെ കീഴിൽ സിനിമയുടെ സിനിമാറ്റിക് ആയതായ രീതിയിൽ നമ്മളിപ്പോ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന, റീൽ എഡിറ്റ് ചെയ്യുന്ന പോലെ അല്ല. അതിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ ഒരുപാട് വശങ്ങൾ നമ്മൾ അസിസ്റ്റന്റ് പഠിക്കണം. അങ്ങനെ ഒരാളുടെ കീഴിൽ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ സ്പോട്ട് എഡിറ്റർ ആയിട്ട് ജോയിൻ ചെയ്തു കുറെ പടങ്ങൾക്ക്. ഈ സ്പോട്ട് എഡിറ്റർ എന്ന് വെച്ചാൽ സ്പോട്ട് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പം തന്നെ സീൻ എഡിറ്റ് ചെയ്ത് ഡയറക്ടറെ കാണിക്കുക. നമുക്ക് എന്തെങ്കിലും വേറെ അഡീഷണൽ ഷോട്ട് എടുക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കാം. അത് പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നൊരു 2008 ശേഷമാണ് അങ്ങനെ. 2008 ശേഷം കയ്യോടെ സ്പോട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളപ്പോ എന്തൊക്കെ കൊണ്ടുപോകും? നമ്മൾ സിസ്റ്റം ലാപ്ടോപ്പും മാത്രം മതി. നമുക്ക് ലാപ്ടോപ്പ് മാത്രം കൊണ്ട് പിന്നെ അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്, ഈ സിസ്റ്റം ക്യാമറയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ സ്പോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് പിന്നെ സിനിമ പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് അവിടുത്തെ റെഫറൻസിന് വേണ്ടി മാത്രം. അതിഭീകര കാമുക എന്ന സിനിമയിൽ ആരാണ് സ്പോട്ട് എഡിറ്റർ? മനോജ് പട്ടത്തിലാണ് സ്പോട്ട് ചെയ്തത്. നിങ്ങൾ പലരും യൂട്യൂബിൽ കാണുന്ന ഒരു പുള്ളിയാണ്, മനോജ് ഏട്ടനാണ് ഈ സിനിമയുടെ സ്പോട്ട് എഡിറ്റർ. അവരെ ബാക്കിലിരിക്കുന്നതാണ് അസിസ്റ്റന്റ് ഹരിയേട്ടൻ. അവർ എഡിറ്റ് ചെയ്തിട്ടാണ് നേരെ അജയ് ഷെറിനെത്തുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു സിനിമ കട്ട് ചെയ്ത് ഫിനിഷ് ആവുന്നത്.